വേദിയിലിരിക്കുന്ന സമാരാധ്യരായ വ്യക്തിത്വങ്ങൾക്കും പ്രൗഢ സദസ്സിനും സ്നേഹ നമസ്കാരം. കഴിഞ്ഞ വർഷത്തേതുപോലെ ഇന്ന് ഈ 27ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ പുസ്തക പ്രകാശന വേളയിൽ സ്വാഗതം ആശംസിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ സന്തോഷവും അഭിമാനവും. ഈ ധന്യവേളയിൽ അനുഗ്രഹാശിസുകളുമായി പുസ്തക പ്രകാശനം നടത്താൻ സന്നിഹിതനായിരിക്കുന്നത് സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായ ഡോക്ടർ ഗോപിനാഥൻ പനങ്ങാട് സാറാണ്. ഏവർക്കും പ്രിയങ്കരനായ ഗോപിനാഥൻ സാറിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ചെറുപ്പത്തിൽ റേഡിയോയിലൂടെ കേട്ട് സുപരിചിതമായ ആ നാമം ഇന്ന് നിരവധി വേദികളിലും നർമ്മകഥാരചനയിലും ഒഴിച്ചുകൂടാനാവാത്ത സ്നേഹ സാന്നിധ്യമായി എന്നും നമുക്കൊപ്പമുണ്ട്. സാക്ഷരതാ മിഷൻ മുൻ ഡയറക്ടറും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രോഗ്രാംസ് ചെയർമാനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് സാറിനെ ഈ ചടങ്ങിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗോപിനാഥ് സാറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങുന്നത് മികച്ച സംഘാടക പ്രതിഭയും പ്രഭാഷകരും വർഷങ്ങളായി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ സുപ്രധാന സാരഥിയും ജനറൽ സെക്രട്ടറിയുമായ ശ്രീ EM ഹരിദാസ് സാറാണ്. സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പ്രമുഖ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും അഭിനയ പ്രതിഭയും കേരള സാഹിത്യവേദി പ്രസിഡന്റും മുൻനിര സംഘാടകനുമായ ശ്രീ GK പിള്ള തെക്കേടത്താണ്. കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയതിന് നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പിള്ള സാർ വളർന്നു വരുന്ന എഴുത്തുകാർക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുന്ന ആചാര്യനാണ്. സാറിനെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രമുഖ സാഹിത്യകാരനും നിരൂപകനും അഭിഭാഷകനുമായ സാഹിത്യ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഡോക്ടർ മേരിദാസ് കല്ലൂരാണ് പുസ്തക പരിചയം നടത്താനായി സന്നിഹിതനായിരിക്കുന്നത്. സാറിനും സസ്നേഹം സ്വാഗതം. ഗ്രന്ഥകാരനും കേരള സാഹിത്യവേദി സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണൻ കൊന്നഞ്ചേരി സാറാണ് ആശംസകൾ നേരാനായി സന്നിഹിതനായിരിക്കുന്നത്. കൃഷ്ണൻ സാറിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. കാസർഗോഡ് സ്വദേശിയായ പരസ്യ മേഖലയിൽ കോപ്പി റൈറ്ററും കണ്ടന്റ് ക്രിയേറ്ററുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ PA ബസ് അപകടത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ട വലങ്കയുടെ സ്വാധീനം ഭാഗികമായി വീണ്ടുകിട്ടിയപ്പോൾ പുസ്തക രചനയിലേക്ക് ഒരു നിയോഗമായി എത്തിച്ചേർന്ന വ്യക്തിയാണ്. തൻ്റെ 4ാമത്തെ രചനയുടെ പ്രകാശന ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്താൻ അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സദസ്സിൽ സന്നിഹിതരായ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീ GK പിള്ള സാറിനെ അധ്യക്ഷപദം അലങ്കരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.